കഞ്ചാവ് ഒരു നല്ല വസ്തുവാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഞാൻ വലിച്ചിട്ടില്ല. അതിൻ്റെ നാറ്റം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ന്യൂയോർക്ക് സിറ്റിയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ കഞ്ചാവിൻ്റെ മണമാണ് പല സ്ഥലങ്ങളിലും പിന്നെ മൂക്കിലേക്ക് അടിച്ചു വരുന്നത്. കുമുകുമാന്ന് കഞ്ചാവിൻ്റെ മണം. അപ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും എൻ്റെ ഒരു സുഹൃത്ത്, അങ്ങേർക്കൊരു ലിക്കർ ഷോപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ പതിവായിട്ട് വന്ന് ലിക്കർ വാങ്ങിക്കുന്ന ഒരു മലയാളി തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ആർത്രൈറ്റിസ് ആണ്, അതായത് സന്ധിവേദന. ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗമൊക്കെ അങ്ങ് പിന്നെ മുറിഞ്ഞു പോകുന്ന പോലുള്ള വേദന. അപ്പോൾ അങ്ങനെയുള്ള വേദന വരുമ്പം ഈ മദ്യം കുടിച്ച് ആ വേദന ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ഈ മാരിവാന ഒരു സിഗരറ്റ് വാങ്ങിക്കട, അതാകുമ്പം കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിഗരറ്റ് വാങ്ങി $15 കൊടുത്തൊരെണ്ണം വാങ്ങി. അപ്പോൾ ഇപ്പം പിന്നെ ഏതായാലും അങ്ങേര് ലിക്കർ ഷോപ്പിലേക്ക് ചെല്ലാറില്ല. അദ്ദേഹം പറഞ്ഞത് പിന്നെ മാരിവാന അത് സിഗരറ്റ് വാങ്ങിയാണ് പതിവ്. ഒരു 2 സിഗരറ്റ് ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് പറ്റുമെന്ന്. ഒരു മാസം എന്ന് പറയുമ്പം 15 $30. അപ്പോൾ മദ്യത്തേക്കാൾ ലാഭകരം. അപ്പോൾ എന്തുകൊണ്ടും ഈ സന്ധിവേദന എന്ന് പറയുന്നത് അനുഭവിക്കുന്നവർക്ക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പിന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് പറഞ്ഞു പോകുന്ന, അത് ഈ പ്രായമുള്ള വേദന, അത് ഈ പ്രായമുള്ളവർ പോലും കരയുന്നത് കണ്ടിട്ടുണ്ട്. അത്രയധികം വേദന, അത് സഹിക്കാനാവാത്ത വേദന. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ കൂടി ക്യാൻസർ രോഗികൾ അതുപോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒപ്പിയോട് പിന്നെ ഈ കറപ്പ് അങ്ങനത്തെ പിന്നെ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അത് അവിടെ ആരെങ്കിലും പിന്നെ മെഡിക്കൽ കോളേജിലോ അല്ല അതുപോലുള്ള ആശുപത്രിയിൽ പോയി വാങ്ങണം. അതായത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എൻ്റെ പിന്നെ ഫാദറിന് ക്യാൻസർ ആയിരുന്നപ്പം ആ മരുന്ന് മെഡിക്കൽ കോളേജിൽ നേരിട്ട് പോയി വാങ്ങിക്കൊണ്ട് വരണമായിരുന്നു. കാരണം അത്ര ആ വേദന സഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മാരിവാന. ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ മാരിവാന 40 സ്റ്റേറ്റുകളിൽ നിയമവിധേയമാണ്, 10 സ്റ്റേറ്റുകളിലല്ല. ഈ പെൻസിൽവേനിയയിലൊന്നും നിയമവിധേയമല്ല. പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് പെൻസിൽവേനിയാണ് നിയമവിധേയമല്ലാത്തത്. ഇനി ഫെഡറൽ തലത്തിലും നിങ്ങൾ മാരിവാന വലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എഴുതിക്കോണം. കാരണം ഫെഡറൽ തലത്തിൽ ഇപ്പോഴും ഒരു കുറ്റകൃത്യമായിട്ടാണ് അത് കണക്കാക്കുന്നത്. കാരണം അത് അങ്ങനെ വലിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ, ഉണ്ടെന്ന് എഴുതിയാൽ പിന്നെ ഇമിഗ്രേഷനും അതൊക്കെ നിരസിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പിന്നെ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഈയിടയ്ക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഇപ്പം സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാരിവാന വരുന്നത് ഈ കഞ്ചാവിൻ്റെ പിന്നെ കഞ്ചാവിൽ കഞ്ചാവ് അതായത് കന്നബീസ്, അതിൽ ഏതാണ്ട് 540 തരം കെമിക്കൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെ ഒരു കെമിക്കലാണ് ടെട്രാ ഹൈഡ്രോ കന്നബിനോൾ, THC. അതാണ് മാരിവാനായിട്ട് മാറുന്നത്. അതിലാണ് പിന്നെ മനസ്സിനെയൊക്കെ ബാധിക്കുന്ന ആ ഘടകമുള്ളത്. ആ THC ആണ് മാരിവാനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അത് കഞ്ചാവിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഘടകം നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കഞ്ചാവ് നേരിട്ടങ്ങ് വലിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എഫക്റ്റ് പിന്നെ എല്ലാ കെമിക്കൽസും ഉള്ളിലേക്ക് ചെല്ലുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഇത് നിയമവിധേയമാണ്. പിന്നെ പല സ്റ്റേറ്റുകളിലും, കാനഡയിലാണ്, പല പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ചർച്ചാ വിഷയമായത് ഈ റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകരോ മറ്റോ പറഞ്ഞ് കഞ്ചാവ് നിയമവിധേയമാക്കണം, അതിന് വലിയ ദോഷമില്ല, ഈ മദ്യത്തിൻ്റെ അത്രയും ദോഷമുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മദ്യത്തിൻ്റെ അത്ര പോലും ദോഷമില്ല എന്നാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പിന്നെ മദ്യം കഴിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചാൽ പിന്നെ പോലീസ് പിടിച്ചാൽ അതൊരു കുറ്റമാണ്, വലിയ കുറ്റമാണ്. പക്ഷേ ഇത് വലിച്ചുകൊണ്ട് പോയാൽ കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ലഹരിയിൽ പോയി കഴിഞ്ഞാൽ DUI ഇങ്ങനെ പിന്നെ നമ്മുടെ ലഹരി വിധേയമായിട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതിപ്പം മരുന്ന് കഴിച്ചാൽ കൂടി പിന്നെ ലഹരി ബാധിക്കാം. അപ്പോൾ ആ രീതിയിൽ പോയാലും അത് കുറ്റകരമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് പക്ഷേ ഇത് കണ്ടുപിടിക്കുകയെന്ന് പിന്നെ വ്യക്തമല്ല. മദ്യപിച്ചതാണെങ്കിൽ രക്തം പരിശോധിച്ചാൽ അല്ലെ ശ്വാസം പരിശോധിച്ചാലോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിൽ കേരളത്തിൽ എക്സൈസുകാർ കാട്ടുന്ന കോലാഹലത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിയമവിധേയമാക്കാമെങ്കിൽ ഇന്ത്യയിലും ആക്കാവുന്നതേ ഉള്ളൂ. അതിന് വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. ഇവിടെ ആകാമെങ്കിൽ അവിടെയും ആകാം, അത്ര വലിയ ഇതൊന്നുമല്ല. ഈയിടയ്ക്ക് അതിക്രൂരമായിട്ടൊരു ശിക്ഷ നമ്മൾ കണ്ടു. ഏതോ ഒരു അമേരിക്കയിൽ നിന്നൊരു പെങ്കൊച്ച് 17 ഗ്രാം കഞ്ചാവും കൊണ്ട് സിംഗപ്പൂരിൽ ചെന്നിട്ട് അതിനെ തൂക്കിക്കൊല്ലുക മറ്റോ ചെയ്തു. 17 ഗ്രാം കഞ്ചാവ്. അതുകൊണ്ട് പോയാൽ ഭയങ്കര ദോഷം ഉണ്ടാകുന്ന പിന്നെ ഉള്ള രീതിയിൽ. അപ്പോൾ ആ മയക്കുമരുന്ന്, ഈ ലഹരി മരുന്ന് അല്ലെ മയക്കുമരുന്നിനോടുള്ള
ആ ഒരു സമീപനം തന്നെ മാറേണ്ടതുണ്ട് പല രാജ്യങ്ങളിൽ. ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ഇതിൽ പല രാജ്യങ്ങളിലും നിയമവിധേയമാണെങ്കിൽ അത് അത്ര വലിയ കുറ്റകൃത്യമായിട്ട് മറ്റു രാജ്യങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. ആ രാജ്യങ്ങളുടെ നിയമങ്ങളനുസരിച്ച് പിന്നെ അതിനെ വിലയിരുത്താവുന്നതേ ഉള്ളൂ. നേരെ മറിച്ച് ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ തലവെട്ടിക്കളയാവുന്നൊരു കുറ്റകൃത്യമാണത്. അപ്പോൾ തലവെട്ടിക്കളയാൻ മാത്രം കഞ്ചാവ് വെച്ചു എന്നതിൻ്റെ പേരിൽ തലവെട്ടിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ വലിയ സംഗതിയൊന്നും അല്ല അത്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ ഈ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ അതൊരു എൻട്രി ലെവൽ പിന്നെ മയക്കുമരുന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് അത് ശീലിച്ചാണ് പിന്നെ അടുത്ത തലത്തിലേക്ക് പോകുന്നതെന്ന് ചിലർ ആക്ഷേപിക്കാറുണ്ട്. ഫെൻ്റനിൽ, പിന്നെ കൊക്കൈൻ, ഇതുപോലെയൊക്കെയുള്ള ദോഷകരമായിട്ടുള്ള വിനാശകരമായിട്ടുള്ള പിന്നെ മയക്കുമരുന്നുകൾ. നേരെ മറിച്ച് കഞ്ചാവ് മാത്രമാണെങ്കിൽ പറയുന്ന അത്ര ദോഷങ്ങളില്ല. പിന്നെ മദ്യത്തിൻ്റെ അത്ര പോലും ദോഷമില്ല എന്ന് വരുമ്പോൾ അത് അത്ര അപകടകാരിയല്ല എന്ന് വേണം കരുതാനായിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ, മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് താനും. ഈ ആളുകൾക്ക് ഉപകാരപ്രദമായ പലതരത്തിലുള്ള രോഗങ്ങളെയൊക്കെ ചെറുക്കാനോ അതുപോലെ തന്നെ ഈ വേദനയെ ചെറുക്കാനോ ഒക്കെ അതിന് ശേഷിയുമുണ്ട്. അപ്പോൾ കേരളത്തിലാണ് വാസ്തവം പറഞ്ഞാൽ ഈ കഞ്ചാവെന്ന് നിയമവിധേയമാക്കേണ്ട അർജൻറ്റായിട്ട്. ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലും മറ്റൊക്കെ സുലഭമായിട്ട് ഇത് വളരും. അത് നല്ലൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ എക്സൈസുകാർ പെടുന്ന പാട്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിർത്തിക്കളയാം ഈ കഞ്ചാവ്. ഇവരുടെ മെയിൻ പരിപാടി ഇതാണ്. കഞ്ചാവ് പിന്നെ പിടിച്ചു, അത് പിടിച്ചു, ഇത് പിടിച്ചു എന്നും പറഞ്ഞ് ഇതാണ് അവർ പ്രധാനമായിട്ടും വാർത്തയായിട്ട് കൊടുക്കുന്നതും പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന കാര്യവും. ഈ പറയുന്ന ബഹളമൊന്നുമില്ല. ഇത് നിയമവിധേയമാക്കിയാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആവശ്യമില്ല. പിന്നെ വെറുതെ ആളുകളുടെ പൈസ മേടിക്കാനായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി പിന്നെ അത് വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടാന്നല്ല, അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമാക്കാവുന്നതേ ഉള്ളൂ. കാരണം അവർ ചെയ്യുന്ന ആ ജോലിയുടെ ഭാഗം തന്നെയാണ് ഇവർ ചെയ്യുന്ന ജോലിയും. പിന്നെ ഇത് 2 ഡിപ്പാർട്ട്മെൻ്റ് ആക്കുന്നതിനാണ് 2 മന്ത്രിമാർ, പിന്നെ 2 സംവിധാനങ്ങൾ, പിന്നെ ഒരുപാട് ജോലിക്കാർ. ഇതിൻ്റെ ആവശ്യം എന്താണ്? വല്ല കാര്യമുണ്ടോ? ഇത് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിവിഷൻ ആക്കാവുന്നേ ഉള്ളൂ. എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. അതിന് പകരം ഇത് ഈ കഞ്ചാവ് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല, അതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കേരളത്തിൽ പിന്നെ നടക്കുന്നു. അപ്പോൾ അതിനുമൊരു മാറ്റം പിന്നെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കഞ്ചാവ് ഇപ്പം പുകവലി ഇപ്പം കുറഞ്ഞിരിക്കുന്നു, ലോകമെങ്ങും കുറഞ്ഞിരിക്കുന്നു. അതാ പ്രചാരണവും അതുപോലെ തന്നെ ശക്തമായ ഈ പിന്നെ മുന്നറിയിപ്പുകളും ഇതെല്ലാം കാരണമാണത് പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബ്രിട്ടനിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. 2008 ശേഷം ജനിച്ചവർക്ക് പിന്നെ സിഗരറ്റും ഈ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാനേ പറ്റത്തില്ല. അപ്പം 2008 ജനിച്ചു എന്ന് പറയുമ്പം 18 വയസ്സ്. അപ്പം 18 വയസ്സാകണം കുറഞ്ഞത് ഈ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ. അമേരിക്കയിൽ 18 ആണോ 21 ആണോ പിന്നെ ആകണം. അപ്പോൾ അങ്ങനെ ഇവർക്ക് വാങ്ങാനേ പറ്റത്തില്ലെന്ന് വരുമ്പോൾ ആ തലമുറയ്ക്ക് വാങ്ങാൻ പറ്റില്ല. അവർ ചുരുക്കം ചിലർ നിയമം ലംഘിക്കുമായിരിക്കും, എന്നാൽ കൂടി വളരെ കുറച്ച് പേരായിരിക്കും. ക്രമേണ അടുത്ത വരുന്ന തലമുറകൾ ഇത് വാങ്ങില്ല, ആ പരിപാടി തന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളയും എന്നുള്ളൊരു സ്ഥിതി വരും. അങ്ങനെ ഈ സിഗരറ്റിൻ്റെയും ബീഡിയുടെയും ഒക്കെ ഉപയോഗം പിന്നെ ഈ തുടച്ചു നീക്കാനാവുമെന്നാണ് ഈ പിന്നെ ബ്രിട്ടനിലെ നിയമനിർമ്മാണം പറയുന്നത്. ശരിയായിരിക്കാം, അത് ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. പുതിയ തലമുറ ഇത് വാങ്ങരുത്, അവർക്ക് പിന്നെ കൊടുക്കരുത്, അങ്ങനെയുള്ളൊരു സംവിധാനം വരുന്നത്. എന്തായാലും കേരളത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അവരൊന്ന് വിശ്രമിക്കട്ടെ. അല്ലെങ്കിൽ അവരെ കുറേ പേരെയൊക്കെ പോലീസിലെടുക്കുക, അല്ലെങ്കിൽ കുറേ പേരെ പെൻഷൻ കൊടുത്ത് പറഞ്ഞു വിടുക. വെറുതെ ഇതിൻ്റെ പേരിൽ ഇതും പറഞ്ഞ് നടക്കാതെ ഇത് നിയമവിധേയമായി കഴിഞ്ഞാൽ മറ്റ് പലതരം പിന്നെ മയക്കുമരുന്നുകൾ ഈ പിന്നെ കടുത്ത കൊക്കൈനും അതുപോലെയൊക്കെ ഉള്ളത് അത് പലതും ഇല്ലാതാകാനാണ് സാധ്യത. ഇത് നിയമവിധേയമാണെങ്കിൽ പിന്നെ മറ്റതിൻ്റെ പുറകെ പോകണമെന്നില്ല, ചുരുക്കം ചിലർ പോയി എന്നിരിക്കും. എന്നതൊഴിച്ചാൽ നശിക്കണമെന്നുള്ളവർക്ക് പിന്നെ അതിൻ്റെ പുറകെയും പോകാമല്ലോ. അപ്പോൾ അത് പരീക്ഷിക്കാവുന്നതാണ്. നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അത് ലോകമെങ്ങും നടക്കുന്ന ഒരു കാര്യം. ഇന്ത്യയിൽ മാത്രം പാടില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയിലും ആകാം. അത് അതിൻ്റേതായ നിയന്ത്രണങ്ങളും അതിൻ്റേതായ ഗുണങ്ങൾ പിന്നെ പരിശോധിച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ.